നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ലോക്സഭാ അംഗങ്ങളിൽ 2 പേർ, പ്രത്യേകിച്ചും മണിപ്പൂരിലെ കലാപ പ്രശ്നങ്ങളിൽ കൃത്യമായി കോൺഗ്രസ് ഇടപെടുന്നതോടുകൂടി BJPയുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞടുങ്ങുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വാസ്തവത്തിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് വലിയ തോതിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി വിഷയവുമൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ട് അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നവരെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുകയാണ്. മണിപ്പൂരിൽ നിന്നുള്ള 2 കോൺഗ്രസ് MPമാരും അതിശക്തമായി അമിത്ഷായ്ക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. അതായത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സർക്കാർ. അതുകൊണ്ടാണ് നേരത്തെ മണിപ്പൂരിലെ സഖ്യകക്ഷി BJPയുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ചത്. എന്നാൽ BJPയുടെ MLAമാർ കൂടി രാജിവെക്കുന്ന സാഹചര്യം വന്നതോടുകൂടി മണിപ്പൂരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ്. മെയ്തി കൂഗി വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ ഓരോ ദിനം കഴിയുന്തോറും വഷളായി വരുന്ന സാഹചര്യമാണ്. നരകതുല്യമായ ജീവിതം നയിച്ച് ഏതു നേരവും വലിയ തോതിൽ ഭയചകിതരായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനത. അവിടെ ഇത്രയധികം വഷളാക്കിയത് BJPയുടെ വോട്ട് രാഷ്ട്രീയം തന്നെയായിരുന്നു. ആ വോട്ട് രാഷ്ട്രീയം പാടെ പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ BJP നേതൃത്വം ഒരു രീതിയിലും ഭാവം കാണിച്ചില്ല. നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന പ്രദേശത്തെക്കുറിച്ചേ അറിഞ്ഞൂടാ എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെ. പാർലമെൻറ്റിൽ നിരവധി തവണ ഈ കാര്യവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് അവകാശം ഉന്നയിച്ചിട്ടും അതൊക്കെ തഴഞ്ഞ് BJP അവിടെ പരമാവധി ആ വിഷയത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. വാസ്തവത്തിൽ ആ വിഷയത്തിനെക്കുറിച്ച് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ ഗൗരവമായ കാര്യം അവിടെ നടക്കുന്ന വിഷയങ്ങളെ പുറം ലോകം അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി സ്ട്രാറ്റജിക്കൽ മൂവാണ് BJP ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇൻ്റർനെറ്റ് കട്ട് ചെയ്തതും അതെല്ലാം അവിടുത്തെ സമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് കള്ളം പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ പുറം ലോകം അറിയാൻ പാടില്ല, കോൺഗ്രസ് പ്രത്യേകിച്ചും അറിയാൻ പാടില്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അറിഞ്ഞേകൂടാ, അവർ അവിടെ സന്ദർശിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വാസ്തവത്തിൽ ഒരു അപ്രഖ്യാപിത ഊരുവിലക്കലായിരുന്നു BJP രാഷ്ട്രീയപരമായി നടത്തിയത്. ബീരേൻ സിംഗിനെ സുഗമമായി മുന്നോട്ട് പോകാനും അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളെ പാടെ തള്ളിക്കളയാനും BJP നന്നേ പ്രയാസപ്പെട്ടു. മറ്റേത് സംസ്ഥാനങ്ങളിലാണെങ്കിലും അവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ ഉടൻ BJP ശ്രമിക്കുന്നത് അവിടെ രാഷ്ട്രപതി ഭരണം എങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ളതാണ്. എന്നാൽ മണിപ്പൂരിൽ അതിൻ്റെയൊക്കെ നില എത്രയോ മടങ്ങ് വഷളായിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് അമിത്ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന ആവശ്യം കോൺഗ്രസ് അതിശക്തമായി ഉന്നയിക്കുന്നത്. പോയി വേറെ പണി നോക്ക് എന്നാണ് അമിത്ഷായോട് പറയുന്നത്. നിങ്ങൾ സംഘടനാപരമായി വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് പിടിക്കലാണ് നിങ്ങളുടെ പരിപാടി. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായത് ഈ നാടിൻ്റെ ശാപം തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു.